വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി മുട്ടപ്പേരിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്, മൺചട്ടിയാണ് കേട്ടോ. അതിലേക്ക് നമ്മൾ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ കോക്കനട്ട് ഓയിൽ ഉണ്ടാക്കോ നല്ല ടേസ്റ്റ് കോക്കനട്ട് ഓയിൽ ഉണ്ടാക്കിയതാവും. അപ്പോൾ നമ്മൾ അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഉള്ളി ചെറുതാക്കി അരിഞ്ഞ് നുറുക്കിയിട്ടുണ്ടായിരുന്നു, ചെറുതാക്കി അരിഞ്ഞതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു 4 വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്, കുറച്ചും അധികം വലുതാണ്. നിങ്ങൾക്ക് 3 ഉള്ളിയൊക്കെ വേണമെങ്കിൽ അത് മതിയാവും. അപ്പോൾ കുറച്ചും കൂടി അധികം ആൾക്കാരുള്ള വീടാണെങ്കിൽ നമുക്ക് കുറച്ച് അധികം ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ 4 ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഇത് വഴറ്റണം കേട്ടോ. ഉപ്പിട്ടാൽ പെട്ടെന്ന് വഴഞ്ഞ് കിട്ടും. അതൊരു ടിപ്സാണ് കേട്ടോ, നമ്മളൊരു പാചകത്തിൻ്റെ ഒരു ടിപ്സാണത്. അപ്പോൾ പണ്ട് സ്കൂളിൽ പോകുമ്പോഴൊക്കെ അമ്മ എനിക്ക് എപ്പോഴും ഉണ്ടാക്കി തന്നിട്ടോ. അപ്പോൾ എനിക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സംഭവമായിരുന്നു. അപ്പോൾ എന്ത് റെസിപ്പി ഇടുന്ന ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഈ ഐഡിയ നമുക്ക് തോന്നിയത്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടോ. ഇപ്പോൾ കാക ഇതിനൊക്കെ പോയിട്ടുണ്ട്, അതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഉപ്പൊക്കെ ഇട്ട് നല്ല പോലെ വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഏകദേശം ഇതൊരു ബ്രൗൺ കളറായിട്ടുണ്ട് കേട്ടോ. നല്ല ബ്രൗൺ കളറാകണ്ട, കാരണം നമുക്ക് ഉള്ളിയൊക്കെ കടിക്കാൻ കിട്ടണം. അങ്ങനത്തെ ഒരു ടേസ്റ്റാണ് ഇതിന്. നല്ല വഴന്ന് പോവാതെ ശ്രദ്ധിക്കണേ. അപ്പോൾ നല്ല വഴറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉള്ളി അങ്ങനെ തന്നെ ചെറുതാക്കി അരിഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആയാലും പെട്ടെന്ന് വഴന്ന് പോവില്ല. അപ്പോൾ നമുക്ക് ഉള്ളി ഇതിലേക്ക് കടിക്കാൻ കിട്ടണം. പിന്നെ അതിലേക്ക് 3/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതെന്തായാലും ചേർത്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടി നമ്മളെ നാടൻ മഞ്ഞളാണ്, നമ്മളെ വീടിൻ്റെ മുറ്റത്തുണ്ടായ മഞ്ഞളാണ് കേട്ടോ. നമ്മൾ അധികം കൃഷി ചെയ്തിട്ടാണ് ഉണ്ടാക്കാറ്, നമ്മളെ വില്ലേജിലല്ലേ. അപ്പോൾ ഇനി നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി തന്നെ ചേർത്ത് കൊടുക്കണം. പച്ചമുളക് എരിവില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അധികം മുളക് പൊടി ചേർത്ത് കൊടുക്കുക, കുഴപ്പമൊന്നുമില്ല. പിന്നെ കുട്ടികൾക്കൊക്കെ സ്കൂൾ ലഞ്ചിന് കൊടുത്തയക്കുമ്പോൾ എരിവില്ലാതിരിക്കാതിരിക്കാറ് കേട്ടോ നല്ലത്. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ എരിവില്ലാതെ കൊടുക്കണം, വലിയവർക്കൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ എരിവിടാം. അപ്പോൾ അതൊക്കെ ചേർത്ത് എടുത്തിട്ട് നമുക്ക് നല്ല പോലെ വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ചേർത്തെടുക്കാനുള്ളത് ചിക്കൻ മസാലയാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു മണം, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ടൊരു മണമായിരിക്കും നമ്മളെ ഈസ്റ്റേണിൻ്റെ ചിക്കൻ മസാല. അപ്പോൾ അത് ഞാൻ ചേർത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റൊക്കെയാണ് കേട്ടോ നമ്മൾ ഈസ്റ്റേണിൻ്റെ ചിക്കൻ മസാല ചേർത്ത് എടുക്കുമ്പോൾ. പിന്നെ അതിലേക്ക് ചേർത്ത് വെക്കുന്നത് പച്ചമുളകും തക്കാളിയും, ചെറുതാക്കി അരിഞ്ഞ തക്കാളിയും പിന്നെ ചെറിയ 2 പച്ചമുളകാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കാരണം നമുക്ക് എരിവ് അത്ര ഇഷ്ടമല്ല, അപ്പോൾ അതോട്ട് നമ്മൾ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നല്ല പോലെ വഴറ്റിയെടുക്കാം. അപ്പോൾ അങ്ങനെ തക്കാളിയും പച്ചമുളകും ഉള്ളിയും ഒക്കെ പാടെ നല്ല പോലെ വഴറ്റിയെടുക്കണം. മൺചട്ടി ആവുകൊണ്ട് അടി പിടിക്കാനൊക്കെ കുറച്ച് ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് ചെറുതായിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ കുറച്ച് കോക്കനട്ട് ഓയിലും കൂടി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ ആ ചട്ടി അടി പിടിക്കുന്നതുകൊണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കുരുമുളകൊക്കെ ചേർത്തെടുത്തതിന് ശേഷം നമുക്കിത് നല്ല പോലെ വഴറ്റിയെടുക്കാം. അപ്പോൾ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ആ കുരുമുളകിൻ്റെയൊക്കെ ഒരു ഈസ്റ്റേണിൻ്റെ ചിക്കൻ മസാലയുടെയൊക്കെ ഒരു മണം വരുന്നുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് 3 മുട്ട ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഓയിൽ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ 3 മുട്ടയാണ് പൊട്ടിച്ചൊഴിച്ചെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിവിടെ 3 എണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ. മുട്ട അങ്ങനെ തന്നെ കുറച്ച് നേരം വയ്ക്കണം കേട്ടോ, എന്നാലേ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അത് ഇളക്കി കൊടുക്കുന്നുണ്ട്. നല്ല പോലെ ഇളക്കിയാൽ അത് ഇങ്ങോട്ട് ഉടഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അങ്ങനെ വേണ്ട വെച്ചിട്ടാണ്, കുറച്ചൊരു കടിക്കാൻ കിട്ടുന്ന രൂപത്തിൽ വേണം നമ്മൾ മുട്ട വറുക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ തന്നെയാണ് നമ്മൾ വറുക്കുന്നത്. അങ്ങനെ നമ്മൾ വറുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ്. അപ്പോൾ നിങ്ങൾക്ക് കുട്ടികൾക്ക് ലഞ്ചിനും രാവിലെ ദോശയ്ക്കും ചപ്പാത്തിക്കും ഒക്കെ ലഞ്ചിനും ഡിന്നറിനും ഒക്കെ പറ്റിയൊരു ഡിഷുണ്ട്. നമ്മളതിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ മുട്ടൊക്കെ ഒഴിച്ചു കൊടുത്തതല്ലേ. അപ്പോൾ എല്ലാവർക്കും പറ്റിയൊരു അടിപൊളി ഡിഷാണ് കേട്ടോ ഇപ്പോൾ ഇത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് കുറച്ച് വേപ്പിലൊക്കെ വേണമെങ്കിൽ ഗാർണിഷിങ്ങിന് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. വേപ്പിലൊക്കെ ഇടുമ്പോൾ ഒന്നും കൂടിയും ടേസ്റ്റ് കൂടും, നല്ല സ്മെല്ലൊക്കെ വരും. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു, നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ആലോചിക്കുമ്പോൾ നമ്മളെ അംഗനവാടി മുതലുള്ളത് ഓർമ്മ വരും കേട്ടോ. നമ്മൾ അംഗനവാടിക്കൊക്കെ ഈ കൂട്ടാൻ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൂട്ടാനാണ്, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അതൊക്കെ. നമ്മൾ 5ാം ക്ലാസ്സും 6ാം ക്ലാസ്സും 7ാം ക്ലാസ്സും നമ്മൾ 10 വരെ ഈ കൂട്ടാൻ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ പ്ലസ് ടു ഒക്കെ ആയപ്പോൾ നമ്മൾ അധികം ഉപ്പേരി ആയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. എന്നാലും ഇടയ്ക്കൊക്കെ ഇതും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയൊരു വിഭവമാണ് കേട്ടോ ഇത്. സ്കൂൾക്കൊക്കെ കൊടുത്തേക്കാൻ പറ്റിയൊരു ഡിഷാണ്. ഒരു പറ ചോറുണ്ണാൻ വേറെ ഒന്നും വേണ്ട കേട്ടോ, നമുക്ക് ഇത് മാത്രം മതി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. സ്കൂളിലൊക്കെ കൊണ്ടുപോകുമ്പോൾ ബാക്കിയൊന്നും വരാറില്ല കേട്ടോ ഈ കൂട്ടാൻ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ടാറ്റാ.